നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക് ഇന്ന് കന്നിമൂലയുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുക. പലർക്കും അതെന്താണെന്ന് ഇപ്പോഴും വലിയ തിട്ടമില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ വീടിൻ്റെ കന്നിമൂലയും വീടിന് ചുറ്റുമുള്ള കന്നിമൂലയും അത് കന്നിഭാഗം എവിടെയാണ് വരിക എന്ന്, കാരണം ഈ സംശയത്തിന് ഉത്തരം തരാം എന്ന് ഞാൻ വിചാരിച്ചത്, ഇടയ്ക്ക് അമേരിക്കയിൽ നിന്നും ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഒരു വീട് വെച്ചതല്ല, വീട് വാങ്ങി. അപ്പോൾ വീടിൻ്റെ ഒരു പോർഷനിലായിട്ട് കന്നിമൂലയിലായിട്ട് ഒരു കിണർ വന്നിരിക്കുന്നു. അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി, അത് കന്നിയിലാണോ വന്നത് ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി. കാരണം നമുക്ക് കേരളത്തിലാണെങ്കിൽ വാസ്തുമണ്ഡലം വീടിന് ചുറ്റുമുണ്ട്, ഒരു ചുറ്റുമതിലെങ്കിലും കാണും. ആ ചുറ്റുമതിലിന് പുറത്ത് എവിടെ ആയിരുന്നാലും, ഏത് ഭാഗത്തായിരുന്നാലും കിണറോ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ മറ്റ് ഈ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ വിധിക്കപ്പെടാത്ത ഈ സംഗതികൾ ഇരുന്നാലൊന്നും കുഴപ്പമില്ല. വാസ്തുമണ്ഡലത്തിനകത്താണ് ഇതൊന്നും പാടില്ല എന്ന് പറയുക. പക്ഷേ അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഒരു വിഷയമുണ്ട്. അവിടെ മിക്കവാറും ചുറ്റുമതിലുകളില്ല. വാസ്തുമണ്ഡലം പോലെ അങ്ങനെയല്ല. ഒരു ഇടത്ത് ഒരു വീട് വെക്കും, അതിന് 4 ചുറ്റും മരങ്ങൾ കാണും, പുൽ പരപ്പുകൾ കാണും, പ്രകൃതി രമണീയമായിരിക്കും. അവിടുത്തെ ഗ്രാമത്തിൻ്റെ ആയാലും പ്രത്യേകിച്ച് ഗ്രാമത്തിൻ്റെ ഒക്കെ പ്രദേശങ്ങളിലൂടെ കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഈ വേർതിരിവ് പോലും, വേറൊരു കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തെ വേർതിരിക്കുന്നത് പോലും ചെടികളോ വൃക്ഷങ്ങളോ പോലുള്ളവ നിരനിരയായി ഭംഗിയായി വച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ടാണ്. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രകൃതി രമണീയതക്കുമപ്പുറം ചുറ്റുമതിലുകൾ കൊണ്ട്, കരിങ്കൽ മതിലുകൾ കൊണ്ട്, താവൂക്ക് കല്ലുകൾ കൊണ്ട്, കോട്ട കൊത്തളങ്ങൾ പോലെ പൊക്കമുള്ള മതിലുകൾ ഉണ്ടാക്കി അവരുടേതായ ഇടങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ. അപ്പോൾ ആ ചുറ്റുമതിൽ ഉള്ളത് കൊണ്ട് അതിന് പുറത്ത് വരുന്ന വിഷയമല്ല. പക്ഷെ അവിടെ അത് പറ്റൂല. അപ്പോൾ കന്നിമൂലയുടെ വിസ്തൃതി അല്ലെങ്കിൽ നീളം ഏതുവരെ വരാം, എന്താണ് കന്നിമൂല എന്ന് പരിശോധിക്കപ്പെടുകയാണ് ഈ എപ്പിസോഡിലൂടെ. വീടിൻ്റെ 4 ചുറ്റും നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നത് പോലെ രാശിചക്രമായി, നമ്മുടെ കേരളീയ രീതിയിൽ എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, 12 കള്ളികൾ ഇട്ടിട്ട് മേടം ഇടവം എന്നിങ്ങനെ. അതുപോലെ വീടിന് 4 ചുറ്റും ഇട്ടിട്ട് അതൊരു രാശി ചക്രമായി സങ്കല്പിച്ച് തെക്ക് പടിഞ്ഞാറ് വരുന്ന പോർഷൻ കന്നിമൂലയായി കണക്കാക്കുന്നു. നമ്മൾ രാശിചക്രവുമായിട്ടൊന്നും ഇതിനെ ബന്ധപ്പെടുത്തണ്ട. കന്നിമൂല ഏതാണെന്ന് നമുക്ക് നോക്കാം. രാശിചക്രം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ചുറ്റും വൃത്താകാരമായി പടർന്നു കിടക്കുന്ന ആകാശപഥത്തെയാണ് രാശിചക്രം എന്ന് പറയുക. എൻ്റെ ആദ്യ ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിലെ എപ്പിസോഡുകൾ കാണുക. അപ്പോൾ കന്നിമൂല എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വീടാണെന്ന് വിചാരിക്കുക. ഓരോ ദിശക്കനുസൃതമായിട്ടായിരിക്കണമല്ലോ നമ്മൾ വീട് വെക്കുക. ഇത് ഈസ്റ്റും സൗത്തും വെസ്റ്റും നോർത്തും ആണെന്ന് വിചാരിക്കുക. ഇത് നേരായ 4 ദിശകൾ. നേരല്ലാത്ത കോൺ ദിശകളാണ് ഇത്. തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെയൊക്കെ വരുന്ന 2 ഈ മഹാദിശകൾ, 2 മഹാദിശകളും കൂടിക്കലർന്ന ദിശകളാണ് ഈ കോൺ ദിശ എന്ന് പറയുക. അങ്ങനെ ഒരു കോൺ ദിശയാണ് തെക്കും പടിഞ്ഞാറും മഹാദിശകൾ ഇടകലർന്നിരിക്കുന്ന ഈ തെക്ക് പടിഞ്ഞാറ് ദിശ. ഇതെങ്ങനെയാണ് അതിൻ്റെ വിസ്തൃതി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം വീടിനകത്തെ കന്നിമൂല നമുക്ക് ആദ്യം നോക്കാം. വീടിനകത്തെ കന്നിമൂല
എത്ര ഇടം വരും? അത് ഈ തെക്ക് വശത്തെ ഈ നീളത്തെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഈ വീടിൻ്റെ നീളത്തെ 4 ഭാഗിക്കുക. പാഠം 1. കൃത്യ അളവിൽ 4 ഭാഗിച്ചിട്ട് 4ൽ 3 ഭാഗം അങ്ങോട്ട് വിട്ടുകളഞ്ഞിട്ട് 4ൽ 1 ഭാഗം ഇങ്ങോട്ട് തെക്ക് നിന്നും പടിഞ്ഞാറോട്ട് വരുന്ന, കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വരുന്ന ഈ 4ൽ 1 ഭാഗം വീടിനകത്താണ്. 4ൽ 1 ഭാഗം കന്നിയുടെ പോർഷന്റെ അതിരായിട്ട് വരും. അതുപോലെ തന്നെ ഈ പടിഞ്ഞാറുള്ള, വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഈ നീളത്തെ 4 ഭാഗിച്ചിട്ട് 4ൽ 3 ഭാഗവും വിട്ടുകളഞ്ഞേക്കുക. ഈ ഭാഗത്തുള്ള 4ൽ 1 ഭാഗം എടുക്കുക. നമുക്ക് കിട്ടിക്കഴിഞ്ഞു കന്നിമൂലയുടെ വിസ്തൃതി, പരപ്പളവ് വീടിനകത്ത്. നിസ്സാരമല്ലേ? വളരെ നിസ്സാരമാണ്. ഇത് വീടിനകത്തെയാണ്. അപ്പോൾ ഈ ദിശകളിൽ പിന്നെ അടുക്കള, ടോയ്ലറ്റ്, ഈ സംവിധാനങ്ങളൊന്നും പാടില്ല. പിന്നെ എന്ത് പാടാം, എന്ത് പാടുണ്ടു എന്നൊക്കെ ചോദിക്കും. ബെഡ്റൂം, അങ്ങനെ അത് ആ സംഗതി അങ്ങ് പോട്ടെ. നമുക്കിപ്പം കന്നിമൂലയാണ് കണ്ടുപിടിക്കേണ്ടത്, വീടിനകത്തുള്ളയും പുറത്തുള്ളയും. ഇനി നാം നോക്കുക, വീടിന് പുറത്തുള്ള ഈ വാസ്തുമണ്ഡലത്തിന് അകത്തുള്ള കന്നിമൂലയുടെ വിസ്തൃതിയാണ്. അത് എളുപ്പമാണ്. ഇങ്ങനെ ഒരു ചുറ്റുമതില് ഉണ്ടെന്നിരിക്കട്ടെ. അതും ഇതിനെ 4 ആക്കുക. 4ൽ ഇവിടെ വരുന്ന ഒരു പോർഷൻ ഇങ്ങോട്ടെടുക്കുക. ഈ പടിഞ്ഞാറ് വശം 4 ഭാഗിക്കുക. ഈ പോർഷൻ എടുക്കുക. ഇത്രയും സ്പേസാണ് കന്നിമൂല കന്നിയായിട്ട് വരിക. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് വാസ്തുമണ്ഡലവും ചുറ്റുമതിലും ഒക്കെ ഉള്ളവർക്ക് അത് കൃത്യതയോടെ കണ്ടുപിടിക്കുകയും ചെയ്യാം. പുറമേക്കുള്ള വാസ്തു കന്നിയുടെ ആ പ്രഭാവം ഇതോടെ തീരുകയും ചെയ്യും. ഇതിന് പുറത്ത് മറ്റൊരു സംഗതിയാണ് നമ്മുടെ ഊർജ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തയിൽ. മറിച്ച് അമേരിക്ക പോലുള്ള, അല്ലെങ്കിൽ വാസ്തുമണ്ഡലമില്ലാത്ത, നമ്മളെ കേരളത്തിൽ തന്നെ ആവട്ടെ, വാസ്തുമണ്ഡലമില്ലാത്ത ഒരു കെട്ടിടമാണ്, തുറസായ പ്രദേശത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രഭാവം, കന്നി രാശിയുടെ പ്രഭാവം, കന്നിമൂലയുടെ പ്രഭാവം ഏതുവരെ പോകാം? അങ്ങ് അനന്തതയോളം അങ്ങ് നീണ്ടു പോകുമോ മതിലില്ല എങ്കിൽ? അത് ശരിയല്ലല്ലോ. അപ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ ചിലരെങ്കിലും ഇത് ആധികാരികമായിട്ട് പറഞ്ഞു വച്ചിട്ടുള്ളതല്ല കേട്ടോ. എന്നാലും അതിനൊരു അതിര് നിശ്ചയിക്കണമോ അല്ലോ എന്നുള്ള രീതിയിലും ഈ ഊർജ സ്രോതസ്സിൻ്റെ പ്രഭാവം എത്ര ദൂരം നിൽക്കാം എന്നുള്ളതിനെപ്പറ്റി ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, ഇവിടെ വാസ്തുമണ്ഡലം ഇല്ല, ഇത് വീടിൻ്റെ കന്നിയിൽ നിന്ന് അനന്തതയിലേക്ക് ആ കന്നിമൂല പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഏതുവരെ, ഇവിടെ ഏതെങ്കിലും നിർമ്മിതികൾ, കിണറോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കന്നി എന്ന ഒരു സംഗതിയിൽ നിന്നും എത്രമാത്രം അകന്ന് നിൽക്കാം മതിലില്ല എങ്കിൽ എന്നുള്ളതാണ്. നമുക്ക് കന്നിമൂലയുടെ പ്രഭാവം തുടങ്ങുന്ന ഇടത്തു നിന്നും ഒരളവ് കിട്ടിയല്ലോ. ഈ ഭാഗത്തിൻ്റെ നീളം എടുത്ത ശേഷം ഈ ഭാഗത്തിൻ്റെ നീളവും എടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തിൻ്റെ നീളം എടുത്തതിന് ശേഷം ഈ ഭാഗത്തിൻ്റെ നീളവും എടുക്കുക. അവിടെ രണ്ടും കൂടെ ഒരു രേഖ വരയ്ക്കുമ്പോൾ അതിന് പുറത്താണ് കന്നിക്ക് അനുയോജ്യമല്ലാത്ത നിർമ്മിതിയെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. അല്ല, കന്നി വാസ്തുമണ്ഡലം ഇല്ല എന്ന് പറഞ്ഞ് അനന്തതയോളം നീണ്ടു പോകില്ല.
എന്നർത്ഥം. അപ്പോൾ കന്നിമൂലയെപ്പറ്റി ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ ഒരല്പമെങ്കിലും മാറിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി.